നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനം പ്രത്യേക നയരൂപീകരണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് സംസ്ഥാന ബഡ്സ് കലോത്സവം തില്ലാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പ്രസ്താവിച്ചു. ആചാര വൈവിധ്യങ്ങൾ നിറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ പറപ്പുറപ്പാട് ആരംഭിച്ചു. മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂൾ മൂർക്കനിക്കര 109ാം വാർഷികം യാത്രയയപ്പ്, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, അധ്യാപക രക്ഷാകർതൃദിനം, എൻഡോവ്മെന്റ് വിതരണം എന്നിവ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ പട്ടികജാതി വിഭാഗത്തിലെ വയോജനങ്ങൾക്കുള്ള കട്ടിലുകളും വിദ്യാർത്ഥികൾക്കുള്ള ഫർണിച്ചറുകളുടെ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനം പ്രത്യേക നയരൂപീകരണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് സംസ്ഥാന ബഡ്സ് കലോത്സവം തില്ലാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് കെ രാജൻ. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും വിവിധങ്ങളായ ആവശ്യങ്ങളെ പരിഗണിക്കുന്നതിനും അതിനെ പ്രത്യേകമായി ഒരു നയം കൊണ്ടുവരുവാനും കേരള ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിൽ കുടുംബശ്രീ 7ാമത് ബഡ്സ് സംസ്ഥാന കലോത്സവത്തിൽ വിഭിന്നമായ ശേഷിയുള്ളവരും വൈവിധ്യമാർന്ന തലങ്ങളിലേക്ക് തങ്ങളുടെ സർഗശേഷി എത്തിക്കുവാൻ കഴിവുള്ളവരുമാണ് ഭിന്നശേഷിക്കാരെന്ന് ഈ തില്ലാന മത്സരത്തിലൂടെ അവർ തെളിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇങ്ങനെയുള്ള കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും നിരവധി പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. സമൂഹത്തിൽ എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങൾക്ക് തുല്യനീതി ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായാണ് ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ പകൽ പരിപാലനവും അവരുടെ മാനസിക, ശാരീരിക, ഭൗതിക വികാസത്തിന് ഉതകുന്ന പരിശീലനങ്ങൾ നൽകുന്നതും ഒരു നിയോഗമായി കുടുംബശ്രീ ഏറ്റെടുത്തത്. നിലവിൽ സംസ്ഥാനമൊട്ടാകെയുള്ള 405 ബഡ്സ് സ്ഥാപനങ്ങളിലെ 14,000-ലേറെ കുട്ടികൾ ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. കൂടാതെ കേരളം സമീപകാലത്ത് നേരിട്ട എല്ലാ പ്രകൃതി ദുരന്തങ്ങളിലും ഇരയായവർക്ക് സർക്കാർ നൽകുന്ന താങ്ങും തണലും എത്തിക്കുന്നതിലും കുടുംബശ്രീ മുഖ്യ പങ്കുവഹിച്ചു. ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന തില്ലാന ബഡ്സ് കലോത്സവം ചരിത്രത്തിലെ രേഖപ്പെടുത്തലാകട്ടെയെന്നും മന്ത്രി പറഞ്ഞു. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് തങ്ങളുടെ സർഗശേഷി വളർത്തുവാൻ ലഭിക്കുന്ന മികച്ച അവസരമാണ് തില്ലാന ബഡ്സ് കലോത്സവമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത പ്രസംഗത്തിൽ പറഞ്ഞു. പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ബഡ്സ് സ്ഥാപനങ്ങളിലെ കുട്ടികൾക്കും ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ബഡ്സ് കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ പദ്ധതി വിശദീകരണത്തിൽ പറഞ്ഞു. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, CDS അധ്യക്ഷ അജിത സുനിൽകുമാർ, കുടുംബശ്രീ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ അരുൺ P. രാജൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ K. രാധാകൃഷ്ണൻ, ബഡ്സ് സ്കൂൾ അധ്യാപക പ്രതിനിധി ശ്രീജിത്ത് AM തുടങ്ങിയവർ പ്രസംഗിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രസാദ് KK നന്ദി പറഞ്ഞു. US പൗരനും സോഷ്യൽ വർക്കറുമായ അമാൻഡ ആരോൺസൺ പങ്കെടുത്തു. നമ്മുടെ ജില്ലാ കോർഡിനേറ്റർ ശ്രീ അജിത് K. ദീപക്, പ്രിയപ്പെട്ട അരുൺ P. രാജൻ, ശ്രീജിത്ത് AM, അജിത സുനിൽകുമാർ, പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ, പ്രസാദ്, നമ്മുടെ അതിഥിയായി ഇവിടുത്തെ ചേർന്നിട്ടുള്ള അമേരിക്കൻ പൗരത്തിൽ കൂടിയായിട്ടുള്ള അമാൻഡ ആൻഡേഴ്സൺ, വേദിയിലെ സദസ്യമുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, സഹോദരി സഹോദരന്മാരെ, ദീർഘമായിട്ടുള്ള ഇന്ന് സ്പെഷ്യൽ ക്യാബിനറ്റ് യോഗം ബുധനാഴ്ച അല്ലാത്ത ദിവസം കൂടി ഇന്ന് രാവിലെ 9:30 മണി മുതൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് തൊട്ടപ്പുറത്ത് ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് ഒരിക്കലും നേരം ഞാനും വൈകിയത് ക്ഷമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ വിഭിന്നമായ ശേഷികളുള്ള കുട്ടികൾ എന്നാണ് അർത്ഥം. പലരും കരുതുന്നത് പോലെ അവർ ശേഷിയില്ലാത്ത കുട്ടികളല്ല. പല കാര്യങ്ങളിൽ നമ്മളെക്കാൾ കൂടുതൽ ശേഷിയുള്ള വിഭിന്ന മാലാക കുട്ടികൾ മേരി ചേച്ചി അധ്യക്ഷ പ്രസംഗത്തിൽ വളരെ വിചാരനിർഭരമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ
അവരും അവരുടെ രക്ഷകർത്താക്കളും അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളുമുണ്ട്. ഈ പ്രതിസന്ധികളെല്ലാം ഗവൺമെന്റ് കാണുകയാണ്. നമ്മുടെ സമൂഹത്തിൽ എല്ലാ വിഭാഗക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെയും അവരുടെ രക്ഷകർത്താക്കളുടെയും വിവിധങ്ങളായ ആവശ്യങ്ങളെ പരിഗണിക്കാനും അതിന് മാത്രമായി ഒരു നയം കൊണ്ടുവരാനും കേരളത്തിലെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായി ഒരു ബഡ്സ് പോളിസി തന്നെ കൊണ്ടുവരുന്ന കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ ആരംഭിച്ച് 2.5 പതിറ്റാണ്ട് പിന്നിട്ട ഈ ഘട്ടത്തിൽ ലോകത്തിന്റെ മുമ്പിൽ മലയാളം കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ലോകം കണ്ട ഏറ്റവും ഭീകരമായ പ്രളയങ്ങളെ, കോവിഡിനെ, കൊക്കയാറും കൂട്ടിക്കലും ചൂരൽമലയും മുണ്ടക്കയും പോലെ നിരവധി ദുരന്തങ്ങളെ, ആ ഘട്ടങ്ങളിലെല്ലാം ആ ദുരന്തങ്ങളെ മറികടക്കാൻ കേരളം സാധാരണയായ മനുഷ്യന്റെ തലയ്ക്ക് മീതെ ഒരു കുടയായി ചൂടി നിന്നു എന്ന് മാത്രമല്ല, അപ്പോഴൊക്കെ അവശത അനുഭവിക്കുന്ന ആ മനുഷ്യരുടെ ഇടയിലേക്ക് ആചാരവൈവിധ്യങ്ങൾ നിറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ പറപ്പുറപ്പാട് ആരംഭിച്ചു. മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മച്ചാട് തിരുവാണിക്കാവിൽ ഇളയതാണ് പറപ്പുറപ്പാടിനെ നേതൃത്വം നൽകുക. കരിമത്ര, മണലിത്തറ, വിരിപ്പാക, പാർലിക്കാട്, മംഗലം എന്നീ ദേശക്കാർ മത്സരിച്ച് പങ്കെടുക്കുന്ന മാമാങ്കം ഇത്തവണ 17-നാണ് നടക്കുക. തെക്കുംകര, വടക്കാഞ്ചേരി, മുണ്ടത്തിക്കോട്, എരുമപ്പെട്ടി, വേലൂർ, കടങ്ങോട്, മാടക്കത്ര എന്നീ പഞ്ചായത്തുകളിലെ 8000-ലധികം വീടുകളിൽ ഇളയതിലെ തോളിലേറ്റിയാണ് പറയെടുക്കുക. മച്ചാട് മാമാങ്കത്തിന്റെ പറപ്പുറപ്പാടിൽ ചെണ്ടയ്ക്ക് സ്ഥാനമില്ല, പകരം കൊമ്പും കുഴലുമുണ്ടാകും. കുത്തുവിളക്കിന്റെ വെളിച്ചത്തിലാണ് വീടുകളിൽ പറയെടുക്കുക. ക്ഷേത്രത്തിൽ നിന്നും പറ പുറപ്പെടുന്നതോടെ ദേശങ്ങളിലെ വീടുകളിൽ തിറ, പുതൻ, കുമ്മാട്ടി, ആണ്ടി, നായാടി മുതലായ നാടൻ കലാരൂപങ്ങൾ വീടുകളിലെത്തും. വൈഡായിട്ടുണ്ടെന്നോ ആരംഭം കുറിച്ചുകൊണ്ട് വേറെ കൂറയുടെ ചടങ്ങാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞത്. ഇനി മുതൽ ഈ തെക്കുംകര മച്ചാട് പ്രദേശത്ത് ആർക്കും തന്നെ ഉറക്കമില്ലാതെ വിശ്രമമില്ലാതെ മാമാങ്ക മഹോത്സവത്തിലെ പങ്കാളികളാണ്. എല്ലാവർക്കും മച്ചാട് മാമാങ്കത്തിലേക്ക് സ്വാഗതം. പറപുറപ്പാടിനോടനുബന്ധിച്ച് ഇന്ന് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി മച്ചാട് മാമാങ്കത്തിന് 9 മണിക്ക് അതിഗംഭീരമായ കരിമരുന്ന് പ്രയോഗം വെടിക്കെട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം പറ പുറപ്പെടും. അതിനുശേഷം കലാപരിപാടികൾ ഐഡിയ സ്റ്റാർ സിംഗർ ശ്രീനാഥ് ഭരതൻ, ശ്രീനാഥ് നന്ദ തുടങ്ങി കേരളത്തിലെ തന്നെ പ്രമുഖരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ് 9 മണിക്ക് ശേഷം 9:30 അരങ്ങേറും. എല്ലാവർക്കും സ്വാഗതം. മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂൾ മൂർക്കനിക്കര 109-ാം വാർഷികം യാത്രയയപ്പ്, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, അധ്യാപക രക്ഷാകർതൃ ദിനം, എൻഡോമെന്റ് വിതരണം തുടങ്ങിയവ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് അധ്യക്ഷത വഹിച്ചു.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. നടൻ TG രവി, ശ്രീകുമാർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. വൈസ് പ്രസിഡന്റ് ഷീന പൊറ്റക്കാട്ട്, പഞ്ചായത്ത് അംഗങ്ങളായ PK അഭിലാഷ്, CV സുരേഷ്, സജിത ജനാർദ്ദനൻ, ഗീത രവീന്ദ്രാക്ഷൻ, T അഖിൽ, വിരമിച്ച അധ്യാപകരായ UG ഉമാദേവി, CS ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ഉപഹാര സമർപ്പണവും മുൻ അധ്യാപകരെ ആദരിക്കലും മന്ത്രി രാജൻ നിർവഹിച്ചു. പിന്നെ ഈ കാലത്ത് പക്ഷേ ഇപ്പൊ കണ്ട സ്കൂളിൽ മനസ്സിലാവില്ല അവരുടെ കാര്യം അടുത്തതായി നമ്മുടെ ടീച്ചറുള്ള ആഗ്രഹമാണ് പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ പട്ടികജാതി വിഭാഗത്തിലെ വയോജനങ്ങൾക്കുള്ള കട്ടിലുകളും വിദ്യാർത്ഥികൾക്കുള്ള ഫർണിച്ചറുകളുടെ വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ കുരിശുമൂലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റെജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പരിധിയിലെ പട്ടികജാതി വിഭാഗത്തിലെ വയോജനങ്ങൾക്കുള്ള കട്ടിലുകളും പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള ഫർണിച്ചറുകളുമാണ് ചടങ്ങിൽ വിതരണം നടത്തിയത്. പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയങ്ക സനീഷ്, TV മാധവൻ, രേഖ ചാക്കോ, ലിബി വർഗീസ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സനിൽകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പറഞ്ഞതുപോലെ 25-26 സാമ്പത്തിക വർഷത്തെ വയോജനങ്ങൾക്ക് കട്ടിൽ SC പദ്ധതിയിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ SC വിഭാഗത്തിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഓരോ വർഷത്തിലെയും സാമ്പത്തിക നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ SCPയിലുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് വയോജനങ്ങൾക്ക് കട്ടിലും അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠനോപകരണവും വിതരണം ചെയ്യുന്നതാണ്. നമ്മളുടെ സാമ്പത്തിക വർഷത്തിൽ പൊതുവിഭാഗങ്ങളും അതുപോലെ തന്നെ SC വിഭാഗങ്ങൾക്കും ഒക്കെ ആയിട്ട് വേറെ മേഖല തിരിച്ചിട്ടാണ് ഫണ്ട് വിനിയോഗിക്കുന്നത്. അതിലെ ഒരു പ്രവർത്തനമാണിത്. ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമ്മൾ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. അതിലുൾപ്പെട്ട ഏറ്റവും പ്രയോജനകരമായൊരു പദ്ധതിയാണിത്. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏവർക്കും ഇതിൽ അപേക്ഷ കൊടുക്കാം. അതിന് അതിൻ്റെ എല്ലാ എന്താ പറയുക അവർക്ക് അവരുടെ അപേക്ഷകരുടെ
തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ചലച്ചിത്ര താരങ്ങളായ ശ്രുതി ജയൻ, രഞ്ജിത മേനോൻ തുടങ്ങിയവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി രഞ്ജിത്ത് നീലകണ്ഠൻ നമ്പൂതിരി പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നു. ലിയോ ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ണർമാരായ ഉഷ പട്ടാഭിരാമൻ, ഗിരിജ അനന്തരാമൻ, പ്രിയ സിദ്ധാർത്ഥ് റാം തുടങ്ങിയവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. നിരവധി പേരാണ് നടതുറപ്പ് മഹോത്സവത്തിൽ പൊങ്കാലയിട്ടത്. ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, കൺവീനർ സുനിൽകുമാർ തെക്കൂട്ട്, വൈസ് പ്രസിഡന്റുമാരായ ജയൻ പൊട്ടങ്ങണ്ടത്തിൽ, ദിലീപ് മുളങ്ങാട്ടുകര, സജീവൻ പണിക്കപ്പറമ്പിൽ, സുരഭിദാസ് പത്താഴക്കാടൻ, ട്രഷറർ സത്യൻ മാസ്റ്റർ മംഗലത്ത്, ജോയിന്റ് കൺവീനർ നീതു കുറുത്ത് തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. തുടർന്ന് എല്ലാവർക്കും പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. പൊങ്കാല സമർപ്പിക്കാനുള്ള സൗകര്യം ഇനിയുണ്ട്. ശക്തൻ മീൻ മാർക്കറ്റിൽ നിന്നും 50,000 രൂപയും മൊബൈൽ ഫോണും മോഷ്ടിച്ച പ്രതി പിടിയിൽ. തൃശൂർ ശക്തൻ മീൻ മാർക്കറ്റിലെ ഷോപ്പിൽ നിന്നും 50,000 രൂപയും 2 മൊബൈൽ ഫോണും മോഷ്ടിച്ച കേസിലെ പ്രതിയായ കണ്ണൂർ ഇരട്ടിപ്പറമ്പത്ത് വീട്ടിൽ മുബസീർ KPയെയാണ് ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. 2026 ജനുവരി 31-ാം തീയതി അർദ്ധരാത്രിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തൃശൂർ ശക്തൻ മീൻ മാർക്കറ്റിലെ മീൻ ഹോൾസെയിൽ കടയിൽ നിന്നും മേശ കുത്തി തുറന്ന് 50,000 രൂപയും തൊട്ടടുത്ത കടയിൽ നിന്ന് 2 മൊബൈൽ ഫോണും മോഷണം പോവുകയായിരുന്നു. തുടർന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. തൃശൂർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ വി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ നൂതനവും
ശാസ്ത്രീയവുമായ അന്വേഷണത്തിനൊടുവിൽ ആവലാതിക്കാരന്റെ കടയുടെ തൊട്ടടുത്തുള്ള കടയിലെ ജോലിക്കാരനായ നിരവധി മോഷണക്കേസിലെ പ്രതിയായ മുബസീറിനെ ആലപ്പുഴയിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും അന്വേഷണ സംഘം അതിവിദഗ്ധമായി പിടികൂടുകയായിരുന്നു. പ്രതിക്ക് പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലായി പോക്സോ കേസടക്കം നിരവധി കേസുകൾ ഉള്ളതാണ്. തൃശൂർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ വി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഈസ്റ്റ് ഇൻസ്പെക്ടർ ജിജോ MJ, സബ് ഇൻസ്പെക്ടർമാരായ ബിബിൻ P. നായർ, റെജിൻ രാജ്, ബാലസുബ്രഹ്മണ്യൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരീഷ്, ദീപക്, സൂരജ് തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത്. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ അനീത തിരുനാൾ ഫെബ്രുവരി 13 വെള്ളിയാഴ്ച ആചരിച്ചു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മരിച്ചവരെ ഓർക്കുന്ന ദിവസമായ അനീത തിരുനാൾ ഫെബ്രുവരി 13 ആചരിക്കുന്നു. അനീത തിരുനാളിന്റെ തലേ ദിവസം സെമിത്തേരിയിൽ പ്രത്യേക പ്രാർത്ഥനയും ആരാധനയും നടന്നു. തുടർന്ന് സെമിത്തേരിയിലേക്ക് മെഴുകുതിരി പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. ഫെബ്രുവരി 13 വെള്ളിയാഴ്ച രാവിലെ 7 കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംദാന പള്ളിയിൽ വിശുദ്ധ കുർബാനയും സെമിത്തേരിയിൽ പൊതു അനീത ശുശ്രൂഷയും ഉണ്ടായിരിക്കും. ശുശ്രൂഷകൾക്ക് മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപൊലിത്ത നേതൃത്വം നൽകും. അനീത തിരുനാളിന്റെ ശുശ്രൂഷകൾ മാർ ആദായ് ശ്ലീഹ പള്ളി പറവട്ടാനെ, മാർ മാറിസ് ശ്ലീഹ പള്ളി കുര്യച്ചിറ, മാർ തോമസ് ശ്ലീഹ പള്ളി പട്ടിക്കാട്, മാർ ബീശോ പള്ളി
പുത്തൂർ, മാർ ഗീവർഗീസ് സഹദ പള്ളി ചേറൂർ, മാർ മത്തായി സ്ലീഹ പള്ളി മരോട്ടിച്ചാൽ, മാർ കർദാങ് സഹദ പള്ളി ചെന്നൈ എന്നീ പള്ളികളിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. എവിടെയെല്ലാം തെളിക്കപ്പെടുകയോ വീഴ്ത്തപ്പെടുകയോ ഒഴിക്കപ്പെടുകയോ ചെയ്യുന്നവിടെ നിന്നെല്ലാം സർവ്വനിർമ്മതപ്പെട്ടതോ ശ്വാസം മുട്ടിച്ചതോ ആയ സകലവിധമുള്ള അക്ഷതയും അശുദ്ധിയും ദൂരീകരിക്കുവാനും കളയുവാനും അവയിൽ നിന്ന് കുടിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നവർക്ക് ശരീരാത്മാക്കൾക്ക് ശുചിത്വവും അഴകും നിർമ്മലതയും ലഭ്യമാകുവാനും അങ്ങയിൽ നിന്നുള്ള നിർമ്മലദാനം മൂലം വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിയൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകളുടെ ക്യാപ്പിംഗ് സെറിമണി നടന്നു. വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപിക ജെൻസി KS കേഡറ്റുകളെ സ്ഥാനചിഹ്നങ്ങൾ അണിയിച്ചു. യൂണിറ്റ് ലീഡർ കാർത്തിക MP പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 50 കേഡറ്റുകളാണ് പുതുതായി ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങളായത്. യൂണിറ്റ് കൗൺസിലർമാരായ അമ്പിളി പീറ്റർ, ജിൻസി PJ, ജിംഷ ഇട്ടൂപ്പ്, ജിജി തമ്പി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സീനിയർ കേഡറ്റുകളായ നിവേദ്യ കൃഷ്ണ, ഏഞ്ചൽ റോസ്, അമേയ KP, ജിനോ C ജെയ്സൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്നേഹാദരവ് നൽകി പൂണിശ്ശേരി ഗ്രാമ സമഗ്ര വികസന സമിതി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പൊന്നൂക്കര സ്വദേശി നെല്ലിശ്ശേരി വീട്ടിൽ അഖിൽ ഭാര്യ സവിതയ്ക്ക് സ്നേഹാദരവ് നൽകി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് പൂണിശ്ശേരി ഗ്രാമ സമഗ്ര വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത്. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രീഭനൻ ചൂണ്ടയിലപ്പറമ്പിൽ സംഘടിപ്പിച്ച സ്നേഹാദരവ് മുൻ പ്രസിഡന്റ് മോഹനൻ തൊഴുക്കാട്ട്, പഞ്ചായത്ത് അംഗം സിന്ധുമോൾ രാജേഷ്, സൗഹൃദ യുവസംഗമം രക്ഷാധികാരി സതീശൻ ഊരാളത്ത്, പ്രജേഷ് കരുമുത്തിൽ, പൂണിശ്ശേരി ഗ്രാമ സമഗ്ര വികസന സമിതി അംഗങ്ങളായ ഷോണി കാവിൽ, മേജോ, അഖിൽ S മേനോൻ, ഷൈൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രതികരിച്ചുകൊണ്ട് 19 മെമ്പർമാരുണ്ട്. എന്നാൽ തന്നെ 7ാം വാർഡ് ഒരു മാതൃകാ വാർഡാക്കി മാറ്റുക എന്നുള്ളൊരു ആശയത്തിലൂടെയാണ് പൂണിശ്ശേരി ഗ്രാമ സമഗ്ര വികസന സമിതിക്ക് രൂപം നൽകിയത്. അതിലൂടെ ആ വാർഡിലെ വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങളോട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കും. അതിലൂടെ കുടുംബ വിവര ശേഖരണങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുക. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് ഈ വീട്ടിൽ വന്ന് ആദരവ് നടത്താൻ ആഗ്രഹിച്ചത്. ആ ഒരു നാമധേയത്തിലാണ് പൂണിശ്ശേരി 7ാം വാർഡ് പൂണിശ്ശേരി ഗ്രാമ സമഗ്ര വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ആദരവ് നൽകുന്നത്. അതെന്റെ മാത്രം ആദരവല്ല, ഞാൻ പ്രതിദാനം ചെയ്യുന്ന എന്റെ വാർഡിലെ പൊതുപ്രവർത്തകരായ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള അവരുടെ മനസ്സും കൂടിയാണ് ഇന്നത്തെ ആദരവ് എന്ന് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുക. അപ്പൊ തൃക്കൂർ പഞ്ചായത്തിലെ 7ാം വാർഡിന്റെ പൂണിശ്ശേരി ഗ്രാമ സമഗ്ര വികസന സമിതിയുടെ സ്നേഹാദരവ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ മുതിർന്ന മോഹനേട്ടന്റെ കൂടെ അനുഗ്രഹത്തോടു കൂടിയും അനുവാദത്തോടു കൂടിയിട്ടും കൈമാറുകയാണ്.
അപ്പോൾ ഈ കൈമാറുന്ന സമയത്ത് മോനെണ്ണ ഉൾപ്പെടെ ഈ തലക്കുന്നത് പിടിക്കണം. പൊതുപ്രവർത്തനത്തിന്റെ വേറിട്ട മാതൃകയാണ് തേരമ്പിൽ രാമകൃഷ്ണനെന്ന് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ. ലീഡർ സ്മാരക പുരസ്കാരം പുന്നയൂർകുളത്ത് മുൻ സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണനെ സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുപ്രവർത്തനത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ സമൂഹത്തിന് മികച്ച സംഭാവനകൾ നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തൃശൂരിന്റെ ശക്തമായ മുഖമാണെന്നും വിജയശില്പിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ലീഡർ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ P. ഗോപാലൻ അധ്യക്ഷനായിരുന്നു. വളരെ ധന്യമായൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ ശ്രീ തേരമ്പിൽ രാമകൃഷ്ണൻ ബഹുമാൻ പഞ്ചായത്തായിരുന്നു. നിയമസഭാ സ്പീക്കർ തുടങ്ങിയ സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ച ശ്രീ തേരമ്പിലുമായി എനിക്ക് എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ പരിചയം. അദ്ദേഹം 1967 ഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ഇന്നത്തെ തലമുറയ്ക്ക് അറിയാത്തൊരു കാര്യം, ആ കാലത്ത് തൃശ്ശൂർ ജില്ലയിലെ മികച്ച പ്രാസംഗികനായിരുന്നു രാമകൃഷ്ണൻ വക്കീൽ. എന്നാൽ വളരെ ചുരുക്കം ചില ആളുകളാണ് ഒരു ഫുൾ ടൈം പ്രാസംഗികരായിട്ടുണ്ടായിരുന്നത്. എന്നാൽ വക്കീലുമായിരുന്നു, നല്ല പ്രാസംഗികനായിരുന്നു. മണ്ഡലം പ്രസിഡന്റും DCC എക്സിക്യൂട്ടീവ് മെമ്പറുമായ ഈ ട്രസ്റ്റിന്റെ ചെയർമാൻ പ്രിയപ്പെട്ട P. ഗോപാലിനെ ഈ യോഗത്തിലേക്ക് ആദരവ് ക്ഷണിക്കുന്നു. പലർക്കും അറിയാത്തൊരു കാര്യം, ഞാനൊരു രാഷ്ട്രീയം ആരംഭിക്കുന്നത്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ആരംഭിക്കുന്നത് 1970 ഗുരുവായൂരിൽ നിന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലാ അവിഭക്ത കോൺഗ്രസിൻ്റെ 4 സെക്രട്ടറിമാരിലൊരാളെ CKG വൈദ്യർ, കൗമുര്യമ്മ, KK ബാലകൃഷ്ണൻ, അന്നത്തെ യാത്രക്കായ ഞാൻ, അങ്ങനെ 4 പേര് പനപ്പള്ളി ഗോവിന്ദനടക്കം, ഇന്ദിരാഗാന്ധിയുടെ അടക്കം ഞങ്ങൾക്ക് പോകുന്നില്ല. പിന്നീട് ഉണ്ടായ സാഹചര്യങ്ങൾ ഞാനും CC പ്രസിഡന്റ്, അതുപോലെ തന്നെ CN ബാലകൃഷ്ണൻ, ഭാസ്കരൻ നായർ, ഞങ്ങളൊക്കെ സംഘടനാ കോൺഗ്രസ്സായിരുന്നു. മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജ് ഡേയോടനുബന്ധിച്ച് നടത്തിയ മിനി മാരത്തോൺ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. റൺ ഫോർ ഹെൽത്ത്, റൺ ഫോർ ലൈഫ് എന്ന ലക്ഷ്യം മുൻനിർത്തി കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മിനി മാരത്തോൺ മത്സരത്തിന് ഫാദർ ജിമ്മി ജോസ് നേതൃത്വം നൽകി. അതിനുശേഷം നമ്മുടെ NCC വോളണ്ടിയേഴ്സ് അവിടെ ഉണ്ടാവും. അവരുടെ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുക. ഭാഗമായിട്ട് ഇന്നിവിടെ ആരംഭിക്കുന്ന മാരത്തോണിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം. ഡോൺ ബോസ്കോ കോളേജിലെ സ്പോർട്സിനോടനുബന്ധിച്ച് മിനി മാരത്തോൺ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ മാരത്തോൺ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പുല്ലൂക്കര കോർപ്പറേഷൻ 15ാം വാർഡ് കൗൺസിലർ ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ സാറാണ്. കോളേജ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ജിമ്മി ജോസഫിൻ്റെ നേതൃത്വത്തിലാണ് മാരത്തോൺ ഇവിടെ ആരംഭിച്ചത്. മാരത്തോണിന് എല്ലാ ആശംസകളും ഭാവങ്ങളും നേരുന്നു. റൺ ഫോർ ഹെൽത്ത്, റൺ ഫോർ ലൈഫ് എന്ന തീമോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. സ്പോർട്സ് ഫോർ ചേഞ്ച് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്, സമൂഹത്തിൽ കായിക മത്സരത്തോടു കൂടി ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്പോർട്സ് ഡേ, ഈ പ്രോഗ്രാം എന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. മണ്ണുത്തി ഹോളി ഫാമിലി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികം മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ഡേവിസ് ചിറമൽ ഉദ്ഘാടനം ചെയ്തു. സെന്റ് ആന്റണീസ് പള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ ഹോളി ഫാമിലി സന്യാസി സമൂഹത്തിന്റെ ജനറൽ കൗൺസിലർ
സിസ്റ്റർ ഡോക്ടർ എൽസി സേവ്യർ അധ്യക്ഷം വഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ സിസ്റ്റർ ആൻസി ആൻഡോ, സഹവികാരി ഫാദർ ജോൺ ആന്റണി പുത്തൂർ, OSA പ്രസിഡന്റ് MU മുത്തു, PTA പ്രസിഡന്റ് സിജു മേനാച്ചേരി, മഞ്ജു ജോർജ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് പ്രധാന അധ്യാപിക സിസ്റ്റർ ലിസിറ്റ സ്വാഗതവും KG പ്രിൻസിപ്പാൾ സിസ്റ്റർ ജാൻസി ആന്റണി നന്ദിയും പറഞ്ഞു. പഠനം കഴിഞ്ഞ് അവരുടെ വിവിധങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിച്ച് നടത്തിയ മത്സരങ്ങളിലെ സമ്മാനം ലഭിച്ച ആ സമ്മാനങ്ങൾ സ്വീകരിച്ച് തങ്ങളുടെ രക്ഷിതാക്കളുടെ മുന്നിൽ വന്നു നിൽക്കുക ആ ഒരു ദിവസം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകതയുള്ള ദിവസമാണ്. നമ്മൾ പല മീറ്റിങ്ങുകളിലും ഇതുവരെ സംബന്ധിക്കുന്നുണ്ടാവും. എന്നാൽ ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തെ ഏറ്റവും സ്പർശിക്കുന്ന ഒരു ദിനമാണ് വാർഷിക ദിനം. ഒരുപക്ഷെ ഞാനും ഓർക്കുന്നത് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഇതുപോലെ വാർഷികങ്ങൾ ആഘോഷിച്ച ആ ദിനങ്ങളാണ്. ആ സ്റ്റേജിൽ കയറി സമ്മാനങ്ങൾ വാങ്ങിച്ചത് അത്ര വലിയ സമ്മാനങ്ങളൊന്നും അല്ലെങ്കിലും ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് അത് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട്. പ്രത്യേകിച്ചും സ്പോർട്സ് മേഖലയിൽ ഞാൻ താല്പര്യം കാണിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ സർട്ടിഫിക്കറ്റുകൾ സ്പോർട്സ് തലത്തിൽ സ്റ്റേജിൽ വെച്ച് വാങ്ങാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട്. ആ ഓരോ ദിവസം ലഭിച്ച സർട്ടിഫിക്കറ്റുകളുടെ ആ വലിയ സന്തോഷം ഇന്നും അത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ആനന്ദം പകരുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ഈ കുട്ടികളും ഇന്ന് ഈ വാർഷികത്തിനായിട്ട് ഒരുങ്ങിയപ്പോൾ അവർ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാനായിട്ട് ഏറെ ഉത്സാഹം കാണിച്ചു. ഈ ദിവസം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാനനായ റവറൻ ഫാദർ ഡേവിസ് ചിറമൽ, സദസ്സിലിരിക്കുന്ന കൊച്ചച്ഛൻ ഫാദർ ജോൺ പുത്തൂർ, അതുപോലെ തന്നെ ഡിവിഷൻ കൗൺസിലർ ശ്രീമതി സിൻഡോ, ഏറ്റവും പ്രിയങ്കരനായ ശ്രീ മുത്തു ആൻഡോ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്,
ഏറ്റവും സ്നേഹമുള്ള രക്ഷിതാക്കളെ, കൊച്ചുമക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നത്. കാരണം കടന്നു വരുന്നത് നിങ്ങൾ എന്നെ വേറെ ഫ്രണ്ടിൽ കൂടെ കടന്നു വരുന്നത് വിചാരിച്ചത്, ഞാൻ സൈഡിൽ കൂടെയാണ് കടന്നു വന്നത്. അപ്പോൾ കുട്ടികളെല്ലാം മേക്കപ്പ് ഇട്ട് ലോഹർ ഡാൻസ്, സൽസ ഡാൻസ്, ആദിവാസി ഡാൻസ്, മൊബൈൽ ഡാൻസ്, കേരള ഡാൻസ്, ഡാൻസ് ഡ്രാമ, കരാട്ടെ, അങ്ങനെ വെറൈറ്റി പ്രോഗ്രാംസാണ് കുട്ടികൾ തയ്യാറായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു അധിക പ്രസംഗം ചെയ്യുന്നത് അത്ര ഉചിതമല്ല എന്നുള്ള തിരിച്ചറിവുണ്ട്. എന്നാലും 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇവിടെ ഒരേ ഒരു സിസ്റ്ററെ കാണാനായിട്ടാണ് വന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജൻവാളമ്മ സിസ്റ്റർ ആനി കുര്യാക്കോസ്. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായ സിസ്റ്ററെ കാണാൻ സാധിച്ചില്ല. സിസ്റ്റർ ആനി കുര്യാക്കോസ് എന്നെ പ്രീ ഡിഗ്രിക്ക് സെയിൻറ്റ് ജോസഫ് കോളേജിൽ പഠിപ്പിച്ച സിസ്റ്ററാണ്. കൊല്ലം ഞാൻ പറയാം, 1985-87 കാലഘട്ടത്തിൽ ഫിസിക്സാണ് ആളുടെ സബ്ജക്റ്റ്. എത്ര സന്തോഷത്തോട് കൂടിയിട്ടാണ്, ഉത്സാഹത്തോട് കൂടിയിട്ട്, ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ടാണ് സിസ്റ്റർ എപ്പോഴും ഫിസിക്സ് ക്ലാസ് എടുക്കുക. നമുക്കറിയാം ഫിസിക്സ് സബ്ജക്റ്റ് വളരെ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ് മനസ്സിലാക്കാനും പഠിക്കാനും. പക്ഷേ സിസ്റ്റർ ഭയങ്കര സ്മാർട്ടായിട്ട്, ഭയങ്കര എനർജറ്റിക് ആയിട്ട്, ഒരു ചിരിക്കുന്ന മുഖത്തോടു കൂടി ക്ലാസ് പഠിപ്പിക്കുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് തോന്നി. അതിപ്പോഴും നമ്മുടെ മനസ്സിൽ അതൊരു നല്ലൊരു ഓർമ്മയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർ ഇവിടെ ഉണ്ടാവുമോ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ കടന്നു വന്നത്. സിസ്റ്റർ ഇല്ലാത്ത വിഷമം ഞാൻ പങ്കുവെക്കുകയാണ്. മറ്റൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടുത്തെ മെറ്റാനോമിയ, ഈ വാക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ChatGPT-യോട് ചോദിച്ചു. അപ്പോഴാണ് അർത്ഥം കിട്ടിയത്, ആത്മപരിവർത്തനം എന്ന്. ഈ കുട്ടികൾക്ക് ഇത്ര ആത്മപരിവർത്തനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സിസ്റ്റർമാർ സിസ്റ്റർ NC സേവിയർ അധ്യക്ഷനായിരുന്ന സിസ്റ്ററുടെ മാനേജർ ആൻസി ആൻഡോ, ഇവിടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പാരൻസ്, ഗ്രാൻഡ് പാരൻസ് ആൻഡ് എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ നമസ്കാരം. അധികം നേരം സംസാരിക്കുന്നില്ല, എനിക്ക് സൗണ്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്. ഇവിടെ ആഘോഷ പരിപാടികൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും, ഈ വാർഷികത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. മെറ്റാനോയ എന്ന വാക്ക് കേട്ടപ്പോഴും ഞാനും ചിന്തിച്ചു, ഞാനും നോക്കിയായിരുന്നു ഗൂഗിളിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പരിവർത്തനം, ഒരു ഗ്രീക്ക് വേർഡ്, ഇതൊക്കെയാണ് കണ്ടത്. ഇപ്പോൾ സിസ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ആ ഒരു വാക്ക് കണ്ടുപിടിച്ചത് സിസ്റ്ററിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ ഈ ആനുവൽ ഡേക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. छोड़ दिए हैं बिल्कुल कहीं हम जैसे
മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. മണ്ണുത്തി തിരുവാണിക്കാവ് അമ്പലത്തിന് സമീപത്തെ പറമ്പിൽ 2 മണിയോടെ ഉണ്ടായ തീപിടുത്തം പരിഭ്രാന്തി പരത്തി. നാട്ടുകാർ അഗ്നിശമന സേനയെ വിവരം അറിയിച്ച് ഉടൻ എത്തിയ യൂണിറ്റ് തീ പരിസരങ്ങളിലേക്ക് പടരുന്നതിന് മുമ്പ് അണച്ചു. മണ്ണുത്തി നടത്തറ പടിഞ്ഞാറ് വശത്തെ സർവീസ് റോഡിൽ ബൈക്കും മിനി വാനും കൂട്ടിയിടിച്ച് ആളൂർ സ്വദേശി ജയേഷ് എന്ന യുവാവിന് പരിക്കേറ്റു. മണ്ണുത്തിയിൽ നിന്നും നടത്തറയിലേക്ക് പോയിരുന്ന ബൈക്കാണ് എതിർദിശയിൽ നിന്നും വന്ന ടെമ്പോയുമായി കൂട്ടിയിടിച്ചത്. കൈക്കും കാലിനും തലയ്ക്കും സാരമായി പരിക്കേറ്റ യുവാവിനെ മണ്ണുത്തി പോലീസ് സ്ഥലത്തെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണുത്തി നടത്തറ ഇരുവശത്തേക്കും സർവീസ് റോഡുകളിൽ വർക്ക്ഷോപ്പുകളിൽ എത്തുന്ന വാഹനങ്ങളും ചരക്ക് ലോറികളും പാർക്ക് ചെയ്യുന്നതിനാൽ സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് പരസ്പരം കാണാൻ കഴിയില്ല. ഇതാണ് ഇവിടുത്തെ ഗുരുതര പ്രശ്നം. നിർഭാഗ്യവശാൽ അധികൃതരാരും ഇതൊന്നും അറിഞ്ഞ മട്ടല്ല. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. GHSS PG, GHSS പട്ടികാട് എന്നീ വിദ്യാലയങ്ങളിലെ 2024-26 സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് PG ഗവൺമെന്റ് LP സ്കൂളിന് സമീപം KER ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K. രാജൻ മുഖ്യാതിഥിയായി സല്യൂട്ട് സ്വീകരിക്കുകയും കേഡറ്റുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസ് ഒല്ലൂർ സബ് ഡിവിഷൻ തോംസൺ KP, PG പോലീസ് സ്റ്റേഷൻ SHO സുകുമാരൻ CN, SPC അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ ജ്യോതിസ് തോമസ്, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS വിനയൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അബൂബക്കർ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി നിജോ, പാണഞ്ചേരി പഞ്ചായത്ത് 14-ാം വാർഡ് മെമ്പർ സന്ധ്യ ഷാജി, പാണഞ്ചേരി പഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ അജു തോമസ്, പ്രധാനാധ്യാപകനായ രേഖ രവീന്ദ്രൻ, VK ശൈലജ, PTA പ്രസിഡന്റുമാരായ രാജേഷ് IG, ബിജു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ സീമ CR, അനീഷ MA, അഭിലാഷ് CM, രതുല്യ R, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ASI എബി ജയൻ, ആശ KK, ജെയ്നോ PJ, നിവ്യ സക്രിയ തുടങ്ങിയവർ പരേഡിന് നേതൃത്വം നൽകി. പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരേഡ് കമാൻഡർ സീനിയർ കേഡറ്റ് ആദിനാഥ് CS, PG ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സെക്കൻഡ് ഇൻ കമാൻഡർ സീനിയർ കേഡറ്റ് അൽന K. ജോസഫ്, പ്ലാറ്റൂൺ കമാൻഡർമാരായ ദിവ്യ ദിനേശ്, മുഹമ്മദ് ആദിൽ VK, അനോഷ് ചെറിയാൻ, പാർവതി രജീഷ് തുടങ്ങിയവർക്ക് ഉപഹാരങ്ങൾ നൽകി. അധ്യാപകർ, PTA, MPTA, SMC, OSA പ്രതിനിധികൾ, രക്ഷാകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്പെഷ്യൽ ക്യാബിനറ്റ് യോഗവുമുണ്ട്. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പാസിംഗ് ഔട്ട് പരേഡാണ് ഇവിടെ നടന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ റിപ്പബ്ലിക്കിനും സ്വാതന്ത്ര്യദിനത്തിനുമായി കേരളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ജില്ലകളിൽ 10 തവണയെങ്കിലും പ്രിയപ്പെട്ട ദേശീയ പതാക ഉയർത്തിക്കൊണ്ട്
സേനാംഗങ്ങളുടെയും SPC കേഡറ്റുമാരുടെയും ഒക്കെ സല്യൂട്ട് സർക്കാരിന് വേണ്ടി സ്വീകരിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. റിപ്പബ്ലിക് ദിനത്തിനും സ്വാതന്ത്ര്യ ദിനത്തിലുമൊക്കെ നാം സംഘടിപ്പിക്കുന്ന പരേഡിന്റെ അതുപോലെ തന്നെ ഏറ്റവും കൃത്യമായ തയ്യാറെടുപ്പുകളിലൂടെ നല്ല പരിശീലനത്തിലൂടെ PC പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC അംഗങ്ങൾ നമ്മുടെ നാടിന്റെ ആത്മാഭിമാനത്തെ ആകാശത്തോളം ഉയർത്തി എന്ന് തന്നെയാണ് ഏറ്റവും ആദ്യമായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. പങ്കാളിയായ എല്ലാവരെയും ഞാൻ കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. SPC പ്രിയപ്പെട്ട ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ആത്മവിശ്വാസവും പുതിയ തലമുറയിലെ അച്ചടക്കബോധവും വേണം എന്ന ആശയത്തോടെ മാനവികമായ മുഖമുദ്രകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് മക്കളെ പഠിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. ഇന്നത് കേരളത്തിലെ ഒരു കൊച്ചു പോലീസായി കേരളത്തിലെ പുതിയ തലമുറയ്ക്കകത്ത് ലക്ഷക്കണക്കിന് ആളുകളെ ശരിയായ വിധത്തിലുള്ള പരിശീലനത്തിലൂടെ നെയ്തെടുത്ത ഒരു വലിയ സംവിധാനമായി മാറാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ അഭിമാനകരമാണ്. അച്ചടക്കബോധത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പുതിയ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതാണ്. അത് കുട്ടികൾക്കിടയിൽ കുമിഞ്ഞുകൂടുന്ന തിന്മകൾക്കെതിരെ കുരിശുദ്ധത്തിന്റെ പട്ടാളമാണ്. ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മദ്യവും മയക്കുമരുന്നും മതവിദ്വേഷവും ഒരുപോലെ അപകടകരമാണ് എന്ന് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു തലമുറ നമുക്കിടയിൽ വളർന്നു വരേണ്ടത്. ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒന്നായി കാണാനുള്ള മാനസികാവസ്ഥയാണ് കേരളം ലോകത്തിന്റെ മുമ്പിൽ പ്രദാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. കേരളത്തിന്റെ പുറത്ത് ഓരോ വിഭാഗങ്ങളുടെയും ആഘോഷങ്ങളെ ജാതിയും മതവും കൊടിയുടെ നിറവും നോക്കി ആക്രമിക്കാൻ കയ്യൂക്കിന്റെ തിണ്ണബലത്തിന്റെ കരുത്തുള്ളവർ വരുന്ന കാലത്ത് എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കാനും ആചരിക്കാനും പറ്റുന്ന മതനിരപേക്ഷമായിട്ടുള്ള മനസ്സിന്റെ ഒരു ഇടമാണ് ഈ കേരളം എന്ന് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചൊരു നാടാണ് നമ്മുടെ നാട്. സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് എന്ന മഹാസമുദ്രത്തിലേക്ക് ചെറുനദികളായി പരിശീലനം സിദ്ധിച്ച ഈ പ്രതിഭകൾ ഒഴുകിച്ചേരുകയാണ്. മാനുഷിക മൂല്യങ്ങളാൽ നയിക്കപ്പെടുന്ന ആഗോള കാഴ്ചപ്പാടുള്ള സാമൂഹിക നേതാക്കളാകാൻ പ്രാപ്തരായി രാജ്യത്തിന്റെ വികസനത്തിന് മുതൽക്കൂട്ടായി കാലം കാത്തുവെച്ച രക്ഷകരായി രാജ്യത്തിന്റെ നെടും തൂണുകളായി കരുത്തുറ്റ മുല്ലക്കര ജാറം ആണ്ടുനേർച്ചയോടനുബന്ധിച്ച് സൂര്യാനഗർ ദേശം നടത്തിവരാറുള്ള ചന്ദനക്കുടം നേർച്ച പുതുപുത്തൻ കാഴ്ചകളുമായി നടത്തി. കൈരളി, ചാലക്കുടി, സെന്റ് മേരീസ് വരന്തരപ്പള്ളി എന്നീ ബാൻഡ് സംഘങ്ങളും രാത്രി 7 മുതൽ 10 വരെ നടത്തുന്ന മെഗാ സ്റ്റേജ് ഷോയും ജനങ്ങളെ ആകർഷിക്കുന്നവയായിരുന്നു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനം പ്രത്യേക നയരൂപീകരണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് സംസ്ഥാന ബഡ്സ് കലോത്സവം തില്ലാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പ്രസ്താവിച്ചു. ആചാര വൈവിധ്യങ്ങൾ നിറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ പറപ്പുറപ്പാട് ആരംഭിച്ചു. മൂർക്കനിക്കര ഗവൺമെന്റ് യു പി സ്കൂൾ മൂർക്കനിക്കര 109ാം വാർഷികം യാത്രയയപ്പ്, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, അധ്യാപക രക്ഷാകർതൃദിനം, എൻഡോവ്മെന്റ് വിതരണം എന്നിവ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ പട്ടികജാതി വിഭാഗത്തിലെ വയോജനങ്ങൾക്കുള്ള കട്ടിലുകളും വിദ്യാർത്ഥികൾക്കുള്ള ഫർണിച്ചറുകളുടെ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.